മസാലയും എന്ന് പ്രാണിശല്യം ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പം ചെയ്യണം. നമ്മൾ നന്നായിട്ട് മസാല ഏകദേശം പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ വരകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മസാല തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിക്ക് 2 ഇഷ്ടിക കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇല വെച്ചു. അഥവാ സപ്പോസ് നമ്മുടെ ചിക്കൻ അങ്ങനെ വെന്ത് താഴെ പോവുക എങ്ങനെയാണോ ആണെങ്കിൽ അത് പന്നലാവാതിരിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ചിക്കൻ ഇങ്ങനെ വെച്ചു കൊടുത്തു. നമ്മൾ ഒരു കുരിശിൻ്റെ ഷേപ്പിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. കാരണം ചിക്കൻ താഴെ പോവാതിരിക്കാൻ ചിക്കൻ്റെ കാലൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പാട്ട ഇട്ടിങ്ങനെ കൊടുത്തു. ഓക്കെ, നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഞാൻ കച്ചിയൊന്നും മേടിച്ചില്ല, വാഴക്കച്ചിയും കുറേ വേസ്റ്റൊക്കെ നമുക്കുണ്ട്. അതിട്ട് നമുക്ക് തീ കൊടുത്ത് നോക്കാം. നമ്മളങ്ങനെ വാഴക്കച്ചയാണ് നമുക്കുള്ളത്. നമ്മളതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സക്സസ് ആവണമെന്ന് ആക്ച്വലി അറിയത്തില്ല. നമ്മൾ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതിന് തീ കൊടുക്കാം. ചോട്ടെ, അമ്മ അങ്ങനെ നമ്മുടെ ബക്കറ്റ് ചിക്കന് തീ കൊടുക്കാൻ പോവുകയാണ്. നാട്ടുകാരും ഓടി വരാതിരുന്നാൽ കൊള്ളാം, തീ പിടിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട്. എങ്ങനെയാവും എന്നറിയില്ല, നോക്കാം. ഓക്കെ, നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബക്കറ്റ് ചിക്കൻ സെറ്റായെന്നാണ് നമ്മുടെ വിശ്വാസം. കുറച്ചുകൂടെ ഇനി തീയിട്ട് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന സാധനം കരിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ തീയോടൊന്ന് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതെടുക്കാനായിട്ടുള്ള പ്ലാനാണ്. ഹലോ, നമ്മളിത് ഒന്ന് ഓപ്പണാക്കി നോക്കാമെന്നുള്ള ഒരു ഇതിൽ അത്യാവശ്യം എല്ലാം കരിഞ്ഞിട്ടുണ്ട്. പാട്ടയെല്ലാം പഴുത്തിരിക്കുക. അപ്പോൾ നമുക്ക് പതുക്കെ മണ്ടയ്ക്കകത്ത് ഒന്ന് നീക്കി കൊടുക്കാം. പതുക്കെ നമുക്ക് തീയൊന്ന് നീക്കി നോക്കാം. എന്തായെന്ന് അറിയത്തില്ല. ആക്ച്വലി ഇതിൽ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ചിക്കൻ ഫൈനൽ റിസൾട്ട് പൊളിയാ. അടുത്തോട്ടും പോകാൻ കഴിയത്തില്ല, ഭയങ്കര ചൂടാ. പിന്നല്ലേ നല്ല അടിപൊളി മണം, നല്ല മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ചിക്കൻ അതൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. വേണ്ട, നമുക്ക് രാത്രി ആയതുകൊണ്ട് ശകലം കറക്കി അങ്ങ് എറിഞ്ഞേക്കാം. കൊതിയൊന്നും കിട്ടണ്ട. അങ്ങനെ എല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്നും പറയാനില്ല. ജസ്റ്റ് നമ്മുടെ ബക്കറ്റ് ചിക്കൻ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചേ, എന്നിട്ട് നിൻ്റെ റിവ്യൂ പറ. എന്നിട്ട് വേണം എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ. മയോണൈസ് അത്ര പതഞ്ഞിട്ടില്ല. ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഈ
ബക്കറ്റ് ചിക്കൻ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തൊരു നോക്കണം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മസാലയൊക്കെ ഇട്ട് ഒന്ന് ട്രൈ ചെയ്താൽ മതി. പക്ഷേ അടിപൊളിയോ ഒരു രക്ഷയില്ല. ശകലം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് പുറത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.